ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം. നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. യുദ്ധകാന്ഡം. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ, യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ, രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ, 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൈര്യവും, 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ദേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ. യുദ്ധമേറ്റിടുവിൻ കൊട്ടയിൽ പൂക്കട, അത്യന്ത ഭക്ത്യ വസിക്കയില്ലത്ര നാം, മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം. ഭേരി മൃദംഗട കാപണ വാനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും, വാരണാശോഷ്ട ഖര ഹരിശാർദൂല സൈരിപാസ്യന്തന മുഖ്യയാനങ്ങളിൽ, ഷഡ്ഗശൂലേഷു ചാപപ്രസാദ തോമര മുൽഘര യഷ്ടിശക്തി ചുരീകാദികൾ ഹസ്തേ ധരിച്ചു കൊണ്ടസ്തഭീത്യാജവം, യുദ്ധസന്നദ്ധരായ യുദ്ധതാ ബുദ്ധിയോട് അബ്ദികാളുദ്രികർവിയും ദൽഷണമുദ്യൂതമായതു സത്യലോകത്തോളം. വജ്രഹസ്ത്രാശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രതംഷ്ടന്തത ദക്ഷിണാദിക്കിലും, ദുശ്യവാനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരദ്വാരി പൊക്കിടിനാൻ.
മിത്രവർഗമാതൃം ഭൃത്യജനത്തോടും ഉത്തരാധ്വാരി പൂക്കാൻ ദശവക്രനും നീലനും സേനയും പൂർവതി ഗോപുരേ ബാലീതനയനും ദക്ഷിണ ഗോപുരേ വായുതനയനും പശ്ചിമ ഗോപുരേ മായ മനുഷ്യനമാതി നാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തയാ ഉത്തരാദിക്കിലും ഇത്തമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവർത്തമായി വന്നു വിചിത്രമായി 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കവികലം ലങ്കാപുരത്തെ വളഞ്ഞോരതീദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിയിടിനാൻ കോട്ടമതിയിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കലും വെട്ടുകൊണ്ടേറ്റം വിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങൾ ഈട്ടികൾ മുൽഘര പങ്ക്തികൾ ദിണ്ടിപാലങ്ങളും തോമരാദണ്ഡ മുസലങ്ങൾ യഷ്ടികൾ ചാമീകര പ്രഭ പൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങളെ വാകൊണ്ടും നിഗ്രഹിച്ചിടിനാൻ നഗ്നഞ്ചരേന്ദ്രനും ആർത്തി മുഴുത്തൂത് ശാസനാവസ്ഥകൾ പേർത്തു മറിവതീനായ ചീടിനാൻ ശാർദൂലനാദിയാൻ രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു പിടിച്ചടിച്ചുൽക്കടാരോഷേണ കൊൽവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്രബുദ്ധ്യ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും ശുക്രസാരണരെ പോലെ ചൊന്നാനതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജിഹ്നുമായി ദശകന്ധരൻ മൈഥിലി വാഴൂമിടമ്പുക്കാൻ രാമാശിരസ്സും ധനുസ്സും ഇതെന്നുടൽ വാമാക്ഷി മുന്നിലം മാറുവെച്ചിടിനാൻ ആയോധനെ കൊന്നു കൊണ്ടുപോന്നെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാംഗി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോനീടിനാൻ അന്നേരം വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദമശാഷമകലെ കളക നീ എല്ലാം ചതി എന്നു തേറിയിടതൊക്കവേ നല്ലവണ്ണം വരും നാലു നാളുള്ളതിൽ ഇങ്ങില്ലൊരു സംശയം കല്യാണ ദേവതേ വല്ലഭൻ കൊല്ലും ദശാസിനി നിർണയം ഇത്തം സരമാ സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നീടിനാൾ സീതയും മംഗലാദേവത വല്ലഭാജ്ഞാവശ അങ്കദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലമ്മാറു വെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകയില്ലായിൽ അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനം നിന്നോടുകൂടവേ സംഹരിച്ചിടുവാൻ ബാണമെയ്തുന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ ധ്യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ ഇത്തമതിക്ഷേപവാക്കുകൾ കേട്ടതി ക്രുദ്ധനായൊരു രാത്രിഞ്ചരാവീരനും വൃത്രാരിപുത്ര തനയനെ കൊൽകുന്നു നഗ്നഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ ചെന്നു വിളിച്ചാൻ നിശാചരാവീരനും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും പിന്നെ ആ പ്രാസാദവും തകർത്തിയിടിനാൻ ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തമാ ഒന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ പിന്നെ സുഷേണൻ കുമാരൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മൽസുതൻ എന്നിവരാദിയാം വാനരാവീരന്മാർ ചെന്നു ചുഴന്നു കിടങ്ങും നിരത്തിനാൻ കല്ലും മലയും മരവും ധരിച്ചാശു നില്ലെന്നു പറഞ്ഞെടുക്കും നേരം ബാണജാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുകുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും ദിണ്ടിപാലങ്ങളും മൽഗരാജാലവും ചക്രങ്ങളും പരീഘങ്ങളും മീട്ടികൾ ശുക്രകജങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരവർകളും വാരണാനാദവും വാജികൾ നാദവും തേരുരുൾ നാദവും ഞാണൊലി നാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴുങ്ങിപ്പോയി പ്രപഞ്ചവും എങ്ങുമിടാ തോർന്നു മാറ്റൊലി കൊണ്ടത്തെ ജംബാരി മുമ്പാം നിലംബരും കിന്നര കിംപുരുഷോരുഗുഹ്യകാ സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധരാചാരണ അത്യന്തരേക്ഷാന്തരെ സഞ്ചരിക്കും ജനം നാരദാനാദികളായ മുനികളും
ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരൂഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാൻ. തുങ്കനാം ഇന്ദ്രജിത്തേറ്റാനതു നേരം അങ്കദൻ തന്നോടതേന്നു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ടു ചാട്ടിയിടിനാൻ. ധീരനാകും ചെമ്പുമാലി നിശാചരൻ സാരഥിയു തന്നോട് കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ. മിത്രാതനയൻ പ്രഹസ്തനോടേറ്റിതു മിത്രാരിയോടു വിഭീഷണ വീരനും നീലൻ നികമ്പനോടേറ്റാൻ തപനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടതാ ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടും രാജാഗ്നിദ്വാജാതികൾ 10 പേർ തൽക്ഷണേ പോർ ചെയ്തു പൂക്കാർ സുരാലയം. വാനരന്മാർക്കു ജയം വന്നിതന്നേരം ഭാനുവും ഭാരതി തന്നിൽ വീണിടിനാൻ. ഇന്ദ്രാത്മജാത്മജനോടേറ്റേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്താംബരാന്തേ മറഞ്ഞിടിനാൻ. നാഗാസ്ത്രമെയ്തു മോഹിപ്പിച്ചു ബധ രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ. വെന്നിപ്പറമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ. താപസാവൃന്ദവും ദേവാസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും. വിഷാദേന ദുഃഖാവിഷയരായി മോഹിതന്മാരായി മരുവും ദശാന്തരെ. സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉൾക്ഷോഭമാമണ്ണം സപ്താശുകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ. അബ്ദിതോയം ദിദ്വാ വിദ്വാ പക്ഷയുക് ആത്മദ്യൂതലോകത്രയത്തോടതീദ്രുതം നാഗാരി രാമപാദം മണങ്ങിടിന. നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ. ശാഖാമൃഗങ്ങളും അസ്ത്രനിർമുക്ത ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനു ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുത് അനുവാദവും കൈക്കൊണ്ടുമേൽ പോയി മറഞ്ഞിടിനാൻ ദാക്ഷിനും. മുന്നേതിലും പല വീര്യങ്ങൾ വേഗേന പൂണ്ടുന്നതുന്മാരാം കവീവരന്മാരെല്ലാം മന്നവൻ തൻ യോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാൻ. വന്നു ശത്രുക്കളെ കൊന്നു രാമാത്മജൻ മന്ദിരം ബുക്കിരുന്നതിന് മുന്നമേ. വന്നാരവരും ഇതെന്തൊരു വിസ്മയം നന്നെത്രയും എന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവാൻ എന്തൊരു ഘോഷം ഇതെന്തു ദശാനനും ചെന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനെ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീര്യാബലാവേഗ വിക്രമം കൈക്കൊണ്ടു സൂര്യാത്മജാതികളായ കവികുലം. ഹസ്തങ്ങൾ തോറും മലാദവും കൈക്കൊണ്ടു വിധി തന്നുത്തമാങ്കത്തിൽ നിൽക്കുമ്പോൾ. നാണമുണ്ടെങ്കിൽ പുറപ്പെടൂ കാണുന്നെങ്കിൽ ഏതെന്നോർത്തു പറയുകയും കേട്ടതില്ലെന്ന ഭവാൻ എന്നവർ ചൊല്ലും. കേട്ടു ദശാസനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നുടൂക്കിയിടിനാൻ. പോകതും രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. ഇത്തമനുഗ്രഹം ചെയ്തയച്ചാനതി ക്രോധനാന്തവും രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമാഗോപുരത്തോടെ പുറപ്പെടാൻ മാരുതിയോടെതിർത്താനവനും ചെന്നു. ദാരുണമായതോ യുദ്ധവും എത്രയും. വേലസീവൻ മഴു കുന്തം ശരാസനം ശൂലം മുസലം പരീഖാഗതാദികൾ കൈക്കൊണ്ടു വാരണവാജീരഥങ്ങളിൽ ഉൾക്കരുത്തോടറി രാക്ഷസ വീരരും. കല്ലും മരവും മലയുമായി പർവ്വത തുല്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതു മരിച്ചതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയും മാറായി ഒഴുകി പല വഴി ശൂരപ്രവരനാം മാരുതി തൽക്ഷണേ. ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെയടർത്തെടുത്താന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശു ഗതയും എടുത്തുടൻ പാരിലമ്മാറും ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചതു കോപവും. രാത്രിഞ്ചരൈകരു ഒടുക്കി തുടങ്ങിയ നാർത്തി മുഴുത്തിതു കണ്ടു ധൂമ്രാക്ഷനും. മാരുതിയെ ഗത കൊണ്ടടച്ചിടിനാൻ. ധീരതയോടതി നാകുലമെന്നിയെ പാരം വളർന്നൊരു കോപാവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷനേറു കൊണ്ടമ്പർപുരത്തിങ്കൽ അമ്മാറു ചെന്നു സുഖിച്ചു വാണിയിടന. ശേഷിച്ച രാസകർ കോട്ടകർ പൂക്കിയതു ഘോഷിച്ചതങ്കന മാർവിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്ത്രാദി പ്രവരൻ മഹാബലം വജ്രതംഷ്ടൻ തന്നെ പോക യുദ്ധത്തിനായി. മാനുഷാവാനരന്മാരെ ജയിച്ചതീ മാനകീർത്യാവരീകന്നയച്ചീടിനാൻ. ദക്ഷിണ ഗോപുരത്തോടെ പുറപ്പെട്ടു ശക്രാത്മജാനോടെ എതിർത്തിയിടിനാൻ. ദുർനിമിത്തങ്ങൾ ഉണ്ടായതാനാവൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശിലാശൈലി
ദൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ. ഖഡ്ഗശസ്ത്രാശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികളൊലിച്ചു വലവഴി നൃത്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംഷ്ടനും തങ്ങളിൽ ഘോരമായേറ്റം ഇണങ്ങി നിൽക്കും വിധൗ വാളും പറിച്ചുടൻ വജ്രമൃഷ്ടങ്ങള നാളം മുറിച്ചങ്ങറിഞ്ഞിടാൻ അങ്ങതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറുമാ കമ്പനം തന്നെയും വൻപടയോടും അയച്ചാനതു നേരം. കമ്പമുണ്ടായതു മേദിനിക്കന്നേരം ദുഷ്യവാനാരി പ്രവരന കമ്പനൻ പശ്ചിമഗോപുരത്തോടെ പുറപ്പെടാൻ. വായുധനയനുമിടേറ്റവും നിജ കായം വെടിഞ്ഞു കലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം വരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ച നിജ രാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലൈ രാമദേശാന്തം സുബേലാചലോപരി. വാനരാസേന പരന്നതും കോട്ടകൾ ന്യൂനമായി വന്നതും കണ്ടോരനന്തകം. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ. ചെല്ലുന്ന രാക്ഷസാവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലെങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷവാനരന്മാരെ ഒടുക്കുവാൻ. പോകുന്നതാരെന്നു ചൊൽകുന്നു കേട്ടവർ പോകുന്നതിന്നു ഞാൻ എന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാൻ. 4-1 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ. കുംഭഹാനും മഹാനാഥനും ദുർമുഖൻ ജമ്പാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങിനാവൻ പടയോടും നടന്നിതു. ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവർ തന്നകതാരിലുറച്ചു സന്നദ്ധരായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു. പാവകപുത്രനോടേറ്റോരനന്തരം മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോഗുണത്തെ ഒരുക്കി തുടങ്ങിന. ചക്രഗഡ്ഗാപ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമോറ്റക്കമരിക്കുന്നു. ഹസ്തീവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭാഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദന്തയുദ്ധം ചെയ്തു കാലാപുരി പുക്കരിന്നരുളിയിടിനാൻ. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം. നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. യുദ്ധത്തിന് രാവണന്റെ ഉറപ്പ്. സേനാപതിയും പടയും മരിച്ചിതു. മാനിയാം രാവണൻ കേട്ടു കോപാന്തനായി
ആരെയും പോരിന്നയക്കുന്നില്ലതനീ നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോട് കൂടെയുള്ളോർകളും പോന്നിടുക നമ്മുടെ തേരും വരുത്തിയിടുകന്നാനവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൻ. ആലവട്ടങ്ങളും വഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും 1000 വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരേറി. മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളായ ദീയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാർദ്രി പോലെ നിശാചര നായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും വരൂ മക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്ക് ഭാഗത്തുള്ള മുഖ്യമാങ്കോപുരത്തോടെ തെരുതെരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെ ഒക്കെ പുരോഭവേ കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സ്വപ്നയ മന്ദം വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതോ കാണടോ ചൊല്ലേണമെന്നോടിവരേ യഥാഗുണം എന്നതു കേട്ട് വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ. ബാണജാപത്തോട് ബാലാർക്ക കാന്തി പൂണ്ട് ആനക്കഴുത്തിൽ വരുന്നതാ കമ്പനൻ. സിംഹധ്വജം പൂണ്ട തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണജാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണൻ. നന്ദനൻ നമ്മി മുന്നം ജയിച്ചാനവൻ ആയോധരത്തിന് ബാണചാപങ്ങൾ പൂണ്ട് ആയുധമായൊരു തേരിൽ കരയേറി. കായം വളർന്നു വിഭൂഷണം പൂണ്ടതി കായൻ വരുന്നിതു രാവണൻ തന്മകൻ. പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതാനേറ്റം മഹോദരൻ മന്നവ. വാജിമേലേറി പരിഹം തിരിപ്പവൻ ആജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ. വെള്ളരുതിൻ മുകളിലേറി തൃശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശരസല്ലോ. രാവണൻ തന്മകൻ മറ്റേതിന് നിങ്ങേതു ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ. കുംഭകർണാത്മജൻ കുംഭനങ്ങേതുവൻ തമ്പി നികുംഭനൻ പരിഘായുധനല്ലോ. ദേവാകുലാന്തകനാകിയ രാവണൻ ഏവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിൻ ഉത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവാൻ ഇന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം. വന്ന പടയോടും ചൊന്ന ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു ചൊന്നാലവർ ചെല്ലും അകത്തു കടന്നൊരു ഭാഗമേ. പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോടു ശക്തിയില്ലായകയുമില്ലതിനെന്നേതുമേ. ഏവം നിയോഗിച്ച നേരം നിശാചർ ഏവരും ചെന്നു ലങ്കാപുരം മേവിനാൻ. വൃന്ദാരകാരാതി രാവണൻ വാനര വൃന്ദത്തെ എയ്തെയ്തു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാർ അഭയം വരികെന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരുന്നിടിനാൻ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനേനും പോരിനൊരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോട് പോരിന്നു മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരന്നിടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്ത് നന്നേരം. വൃത്രാരിയും പോരിൽ വിത്രസ്ത്രനായി വരും നക്തഞ്ചരനോടേറ്റാലറിക നീ. മായയും ഉണ്ട് നിശാചരർക്കേറ്റവും ന്യായവും ഇല്ലവർക്കാർക്കും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയും ഉണ്ടിവൻ ചന്ദ്രഹാസാഖ്യമാം വാളും ഉണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം. ശിക്ഷിച്ചരുൾ ചെയ്ത യേച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുതാശുവിൽ വാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടൊരു നേരത്തു വാനര നായകനാകിയ മാരുതി തേർത്തടം തന്നിൽ കുതിച്ചു വീണിടിനാൻ. ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും മോങ്ങിപ്പറഞ്ഞിതു. രക്ഷോവരനോടും മാരുതപുത്രനും നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായി മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തുമാവത്തു കബീകുലത്താലടോ. നിന്നെ അടിച്ചു കൊള്ളുവാൻ വന്നു നിൽക്കുന്നോ എന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ. വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും. നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും. പിന്നെ ഉണർന്നു ചെന്നാൻ അവിടേക്കുന്നു വന്ന കവികളിൽ നല്ലോ ഭവാൻ. നന്മയെന്താതെനിക്കുന്നതുകൊണ്ടും നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പവരില്ലല്ലോ. മൃത്യു വന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ. പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രേഷ്ഠനും. നീലനം നേരം കുതികൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ വത്തിലും വിലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും മകുടങ്ങൾ വത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ.
പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ട് പാവകപുത്രനെ രാവണനെയ്തുടൻ തള്ളിവിട്ടിടിനാൻ. തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതു പോർക്കളം. വില്ലും മുറിച്ചു കളഞ്ഞതു ലക്ഷ്മണ അല്ലൽ മുഴുത്തു നിന്നു ദശകണ്ഠനും. പിന്നെ മയൻ കൊടുത്തൊരു വേൽ സൗമിത്രി തന്നെ മാറിലം മാറു ചാട്ടിയിടിനാൻ. അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയോടെ ടാശു വീണിടിനാൻ. ആടലായി വീണ കുമാരനെ ചെയ്തെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ. കൈലാസ ശൈലമെടുത്ത ദശാസിനു ബാലശരീരം ഇളക്കരുതാഞ്ഞിതു. രാഘവൻ തന്നെ ഗൗരവമോർത്തതി ലാഘവം പൂണ്ടിതു രാവണ വീരനും. കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും അടിച്ചാൻ ദശാസിനെ. ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ. മാരുതീതാനും കുമാരനെ തൽക്ഷണേ പുഷ്പസമാനം എടുത്തുകൊണ്ടാതരാൽ ചിൽപുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ. മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിൽ മാറുപൂക്കുമയ ദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ. ഗന്ധമാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ. പങ്ക്തിമുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളി കൊൽക കുണ്ഠത എന്നിയെ കൊൽക ദശാസിനെ. മാരുതി ചൊന്നതു കേട്ടു രഘുത്തമൻ ആരൂഹ്യാത തൽക്കണ്ഠദേശേ വിളങ്ങിനാൻ. ചൊന്നാം ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ എടുത്തു കാൺമാൻ കൊതിച്ചേന്തുലം. ഇന്ന് തിന്നാശിയോ യോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോരെയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവാൻ എന്നുടെ മുന്നിലാ രക്ഷണം നില്ലു നീ എന്നരുൾ ചെയ്തു. ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ. ഒന്നിനൊന്നൊപ്പം എയ്താൻ ദശഭക്തനും ഘോരമായി വന്നിതു പോരും അന്നേരത്തു. വാരാനിധിയും ഇളകി മറിയുന്നു. മാരുതി തന്നെയും എയ്തു മുറിച്ചിതു. ശൂരനായൊരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി. ധീരത കൈകൊണ്ടെടുത്താനൊരു സായകം രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം. ആലസ്യമായതു ബാണമാറ്റമേറ്റം നേരം പൗലസ്ത്യജാപവും വീണിതു ഭൂതലെ. നക്തഞ്ചരാധിപനായ ദശാസനു ശക്തിക്ഷയം കണ്ടു സത്വരൻ രാഘവൻ. തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടിനാൻ. സാരഥി തന്നെയും കൊന്നു കളഞ്ഞള ആരൂഢധാവേന നിന്നു ദശാസനും. രാമനും രാവണൻ തന്നോട് അരുൾ ചെയ്താൽ ആമയമ്പാരും നിനക്കുണ്ടു മാനസേ. പോന്നാലും ഇന്നു ഭയപ്പെടായികേതുമേ. നീയനിലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരും പെട്ടുകൊണ്ട് ആയോധനത്തിന് നാളെ വരേണം നീ. കാകുൽസ്ഥവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ. രാഘവാസ്ത്രം കൊണ്ട് തുടർന്നുണ്ടെന്ന് ആകുലം പൂണ്ടു തിരിഞ്ഞു നോക്കിത്തുലോം. വേബുദൂഗാത്രനായി മന്ദിരം പ്രാപിച്ചു. താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ. കുംഭകർണന്റെ നീതിവാക്യം. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരാരാജനാമർക്കാത്മജനെയും രാവണബാണ വിധാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധ ഔഷധം കൊണ്ട് രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും വൃത്യജനത്തോടു പേർത്തും നിജാർത്ഥികളോട് ആർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും മമർത്ത പുരുഷകാരാദിയും നഷ്ടമായി വന്നതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചലം. വേദാവുതാനും അനാരണ്യഭൂവനും വേദാവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂഭാരാദിയും ജംബാരി മുമ്പാം നിലിംബരവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടുവാതിവൃത്യ നിഷ്ഠതയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൽ നിമിക്കനിയും പുനഃ എന്തോന്നു നല്ലു ജയിച്ചു കൊള്ളുവാനഹോ. കാലാരുതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്ന് ഉണർന്നിടും. 6 മുന്നം ഉറങ്ങിയിട്ടവനും ഈ 9 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അമ്പോടുണർത്തിവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജ നിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാം ഒരുമ്പെട്ടുണർത്തുവാൻ. ആനകാന്തന്തുവീ മുഖ്യവാദ്യങ്ങളും മാനതേർക്കാലാൽ കുതിരപ്പടകളും കുംഭകർണോരസി പാഞ്ഞു മാർത്തും ജഗൽ കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൻ. കുംഭകർണ ശ്രവണാന്തര പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു സാരേന്ദ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുന്ന ആനകൾ ജംബാരി വൈര്യയ്ക്കു കമ്പമില്ലേതുമേ. ജുംബാസമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരാവീരരും. കുംഭാസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭാസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ട് ഇമ്പം കലർന്നെഴുന്നേറ്റിരുന്നീടിനാൻ. ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യങ്ങളെല്ലാം ഭുജിച്ച് ആനന്ദചിത്തനായി
ശുദ്ധചമനവും ചെയ്തിരിക്കും വിധം ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാൻ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ട് പങ്ക്തി കണ്ടാൽ മജൻ, എങ്കിലും വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവൻ എന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു. ഏവം മഹോദരൻ ചെന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനൻ. ഗാഠമായ ആലിംഗനം ചെയ്തിരുതിനായി ആരൂഢമോദം നിജ സോദരൻ തന്നെയും ചിത്തെ ധരിച്ചതില്ലാർക്കും ഈ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ. സോദരി തന്നെ നാസാകൂപങ്ങളെ ഛേദിച്ചതു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരെന്നറിയാതെ കണ്ടരാ രാമസീമനി കൊണ്ടെന്ന് വെച്ചിടിനാൻ. വാരിധിയിൽ ചിറ കെട്ടിക്കിടന്നവൻ പോരിനു വാനര സേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും ഒരേതു മുറിച്ചാൻ ജിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനൻ. മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചെന്നാൻ കുംഭകർണനും നന്നെത്രയും നല്ലതേ കേളു നീ. നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടു കൊള്ളുകിലും നന്ന് അല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാന് തിന്നു കോപിച്ചു നീ ആട്ടിക്കളഞ്ഞാശു നന്നോർത്തു കാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്താരാലും വരുത്താതെ അല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാദിഭേദങ്ങളും 4 ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു. പത്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഇങ്ങനെയുള്ള രാമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിന് ഇഷ്ടമെന്നാലതോ. കർണസുഖം വരുമാറ് പറഞ്ഞുകൊണ്ട് അന്യഹമാത്മാഭിമാനവും ഭാവിച്ചു. മൂലവിനാശം വരുമാറ് നിത്യവും മൂഢരായുള്ളൊരു മാത്യജനങ്ങളിൽ നല്ലതു കാഗോളം എന്നതു ചൊല്ലുവാൻ അല്ലൽ വിഷമുണ്ടവർക്കെന്നത് ഇല്ലയല്ലോ. മൂഢരാ മന്ത്രികൾ ചൊല്ലുന്നത് കേട്ടുകിൽ നാടുമായസും കുലവും മുടിച്ചുപോം. നാഥഭേദം കേട്ടു മോഹിച്ചു ചെന്നവർ ആദ്യം മുഴുത്തു മരിക്കും. മൃഗകലം അഗ്നിയെ കണ്ടു മോഹിച്ച ശലഭങ്ങൾ മഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്ന് അത്തൽപ്പെടുന്നു. വെളിച്ചം ഗ്രഹിക്കയാൽ ആഗ്രഹമൊന്നെങ്കിലേറിയാൽ ആപത്തോ പോക്കുവാനാപതല്ല വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാട്ടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ. ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു രാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാൻ നൂനമാപത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കാബലാൽ ചൊല്ലുമോ നിൻകലൊരുത്തനാഭിരുചി. പൂർവജന്മാർജിത വാസനയാലതി ആവതല്ലേതും അതിൽ വശനായി വരും. എന്നാലതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പാൻ ഉണ്ടോ ജഗത്തിങ്കലാരാനുമോർക്ക നീ. മുന്നം വിചാരകാലെ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതല്ലേ ഭവിഷ്യൽ ബലം. ഇപ്പോൾ ഉപഗതമായി വന്നത് ഈശ്വര കൽപ്പിതന്മാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജഗന്മയൻ നാരായണൻ വരൻ. സീതയാകുന്നു യോഗമായാദേവി ചേതസി നിധരിച്ചിടുകെന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തത് ആരാഞ്ഞതും. എന്നോടൊരു നാൾ വിശാലയായ ദാസുഖം കാനനാന്തേ നര നാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരി ദോഷേണ കണ്ടു നമസ്കരിച്ചിടിനാൻ. ഏതൊരു ദിക്കിൽ നിന്ന് ആഗതനായത് എന്ന ആദരവോടരുൾ ചെയ്യുക മഹാമുനി. എന്തൊരു വൃത്താന്തമുള്ളു ജഗത്തിങ്കൽ അന്തരം കൂടാതെ അരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്ത് നാരദൻ എന്നോടു സാദരം ചൊന്നാൻ അനുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യകണ്ഠകനായ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ. ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നിൻ എങ്ങുമേരിക്കാതെ ചമഞ്ഞിതു. മർത്യനാൽ എന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. ഇത്തമുണർത്തിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥൻ പുത്രനായി വന്നു പിറന്നിനി സത്വരം. നഗ്നഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ച് തൽ തീർത്തിയിടുവാൻ അത്രിലോകത്തിങ്കലായി സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെയെല്ലാം ഒടുക്കും അവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊൾക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളനന്ദി വരാതള ശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ട രാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ.
ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ. ഭക്തിയല്ലോ മഹാജ്ഞാന മാതാവടോ, ഭക്തിയല്ലേ സദാ മോക്ഷപ്രദായിനി. ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളം ഉണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവാദാം മതം ചൊല്ലുവാൻ നിന്നുടെ സംഖ്യയെല്ലാം മകളെ കളഞ്ഞിടുവാൻ. രാമാവതാര സമമല്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ, മാനുഷാകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ, രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജന. ആമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു. സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. ശുദ്ധതത്വജ്ഞാന്മാർ നിരന്തരം രാമനെ ചിത്താംബുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു. തച്ചരിത്രങ്ങളും ചൊല്ലി നാമങ്ങളും മുച്ചരിച്ചാത്മാനമാത്മാന കണ്ട് അച്യുതനോടും സായുജ്യവും പ്രാപിച്ച് നിശ്ചലാനന്ദേ ലയിക്കുന്നതന്നഹം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുകാനന്ദമൂർത്തയേ. പൂർവം രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ ദഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏകശ്രീ രാമായണം. ശ്രീരാമ ജപാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്, നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. നിലമ്പൂർ ടൗണിൽ നൂറ്റാണ്ടുകളുടെ വിശ്വസ്തയോടെ നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ. മുഴുവൻ സമയം ലേഡി ഡോക്ടറുടെ സേവനം. നട്ടെല്ല് രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ, സന്ധിവേദനകൾ, സ്പോർട്സ് ഇഞ്ചുറി എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം, ചികിത്സാ പ്രാവീണ്യമുള്ള തെറാപ്പിസ്റ്റുകൾ, ഔഷധി, വൈദ്യരത്നം, ശാന്തിഗിരി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ മരുന്നുകൾ. നിലമ്പൂർ വൈദ്യശാല ആയുർവേദ ഹെറിറ്റേജ് ഹോസ്പിറ്റൽ, കോവിലകം റോഡ്, നിലമ്പൂർ. മുൻകൂർ ബുക്കിംഗിന് വിളിക്കുക 8590050510. ഫർണിച്ചർ വിപണന രംഗത്ത് 15 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം. ഡൈനിങ് ടേബിൾ, സോഫ സെറ്റ്, അലമാര, കട്ടിലുകൾ, ചെയറുകൾ, ദിവാൻ കോട്ട്, ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം. ബെഡുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം അപ്ലയൻസസ്, ക്രോക്കറികൾ, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, ഡെക്കോർ ഐറ്റംസ്, ഫാനുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഗ്യാസ് സ്റ്റൗ, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931 222 771. ഹോട്ടൽ ദേവി പാലസ്, പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്, നിയർ പോലീസ് സ്റ്റേഷൻ, നിലമ്പൂർ.